അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മൗലാന പേരോട് ഉസ്താദിൻ്റെ ഒന്ന് രണ്ട് പ്രസംഗങ്ങൾ കേട്ട് നോക്കുമ്പോൾ അല്ലോ മനസ്സിൻ്റെ ഉള്ള് നിറഞ്ഞുപോയി. മൗലാന പേരോട് ഉസ്താദ് അതൊരു വല്ലാത്ത സംഗതി തന്നെ മക്കളെ. അത് ശരിക്കും ഒരു ഉസ്താദ് മാത്രമല്ല, ഒരു വലിയും കൂടിയാണ്. ഒരു വലിയ വലിയാണ് മഹാനായ മൗലാന പേരോട് ഉസ്താദ്. മനസ്സിലാക്കണം, അത് അറിയുന്നവർക്കേ മൗലാന പേരോട് ഉസ്താദിനെ സംബന്ധിച്ച് അറിയുള്ളൂ. ഉറപ്പാണ്, യാതൊരു സംശയമല്ല. എനിക്ക് മൗലാന പേരോട് ഉസ്താദിനെ ശരിക്കറിയാം. പേരോട് ഉസ്താദിന് ഇപ്പം എന്നെ അറിയൊന്നുമില്ല. ആ സമയത്ത് പേരോട് ഉസ്താദിനെ എനിക്ക് ശരിക്കറിയാം. ഞാൻ പല കാര്യങ്ങൾക്കും പല വിഷയങ്ങൾക്കും പേരോട് ഉസ്താദുമായി നേർക്ക് നേരെ ചെന്നിട്ടുമുണ്ട്, കണ്ടിട്ടുമുണ്ട്. ആ സമയങ്ങളിൽ പേരോട് ഉസ്താദിൻ്റെ ഇടപെടലുകൾ അതൊരു വലിയ തന്നെയാണ്, യാതൊരു തർക്കമല്ല. പേരോട് ഉസ്താദിൻ്റെ ഒരു പ്രസംഗം ചെറിയൊരു ഭാഗം ഇൻഷാ അല്ലാഹ് ഒന്ന് കേട്ടു നോക്കാം നമുക്ക്. പ്പെട്ടതാണ് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ സ്നേഹിക്കുക എന്നത്, അള്ളാഹുവിൻ്റെ കാര്യത്തിൽ സ്നേഹിക്കുക എന്നത്. ആ സ്നേഹമാണ് അബ്ദുൽ കരീം ഹാജിയോട് പ്രകടിപ്പിക്കുന്നത്. ആ സ്നേഹമാണ് നമ്മൾ വഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹുവിനോട് പ്രകടിപ്പിക്കുന്നത്. ആ സ്നേഹമാണ് നമ്മൾ ബദരീങ്ങളോട് പ്രകടിപ്പിക്കുന്നത്. ആ സ്നേഹമാണ് ഇമാം ശാഫിഈ റളിയല്ലാഹുവിനോട് പ്രകടിപ്പിക്കുന്നത്. ഇമാം ഗസ്സാലി റളിയല്ലാഹു ഉസ്താദ് അവറുകളെ, ആ സ്നേഹമാണ് പ്രവർത്തകരായ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരായ ഞങ്ങൾ അങ്ങയോട് സ്നേഹിക്കുന്നത്. ആ സ്നേഹമാണ് അങ്ങയോട് ഞങ്ങൾക്കുള്ള സ്നേഹം. അങ്ങ് പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന് വേണ്ടിക്കൊണ്ട്, സുന്നത്ത് ജമാഅത്തിന്റെ മക്കൾക്ക് വേണ്ടിക്കൊണ്ട് കഠിനാധ്വാനം ചെയ്യുന്ന അത്രേ ചെയ്യുന്നവർ ആരാ ഇന്നുള്ളത്? അതാണ് മൗലാന പേരോട് ഉസ്താദ്. സുബ്ഹാന ജല്ല ജലാലു. പ്രവർത്തകരുടെ കൂട്ടത്തിൽ വെച്ചുകൊണ്ട് ആരെങ്കിലും എവിടെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അവരോട് അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ കഴിവുള്ള ഒരു വലിയ മഹാപണ്ഡിതനാണ് മഹാനായ മൗലാന പേരോട് ഉസ്താദ് അവറുകൾ. അല്ലാഹുവേ, നീ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങളെ ഉസ്താദ് അവറുകൾക്ക് നൽകണേ അല്ലാ, നൽകണേ അല്ലാ, നൽകണേ അല്ലാ. ഞങ്ങളെ സുൽത്താനുൽ ഉലമയുടെ അതേ മനസ്സ് അതേ സ്ഥാനത്തിരിക്കാൻ കഴിവുള്ള ഒരു വലിയ പണ്ഡിതനാണ് മൗലാന പേരോട് ഉസ്താദ് അവറുകൾ. പടച്ച റബ്ബേ, നീ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഇനി ഉസ്താദിന്റെ പ്രസംഗമൊന്ന് ബാക്കി ചില ഭാഗങ്ങളൊന്ന് കേട്ടു നോക്കാം നമുക്ക്. ശാഫിഈ മദ്ഹബിലെ ഏറ്റവും പ്രഗൽഭനായ, ജനങ്ങൾക്ക് ശാഫിഈ മദ്ഹബ് കൃത്യമായി എത്തിച്ചു കൊടുത്ത മുഹദ്ദിറുൽ മദ്ഹബ് എന്ന് പറയപ്പെടുന്ന വലിയ പ്രഗൽഭനായ ഇമാം മുഹീദ്ദീൻ നവവി റഹ്മത്തുള്ളാഹി അലൈഹി, അവിടുത്തെ ഭാഗ്യം വളരെ വലുതാണ്. ഖാത്തിമത്തുൽ മുഹദ്ദിഖീൻ അഹ്മദ് ഇബ്നു ഹജർ അൽ ഹൈത്തമി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അവിടുത്തെ ലോകപ്രശസ്തമായ ശാഫിഈ മദ്ഹബിലെ ഏറ്റവും മഹത്തായ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമായ തുഹഫയുടെ തുടക്കത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒരു ഖുതുബായിരുന്നു, അഥവാ ഔലിയാക്കളുടെ ആ കാലഘട്ടത്തിലുള്ള നേതാവായിരുന്നു. കണ്ടോ മൗലാന പേരോട് ഉസ്താദ് പറഞ്ഞത്? നവവി ഇമാം ഒരു കുത്തുബായിരുന്നു, അന്നത്തെ വലിയ ഒരു ഷെയ്ഖായിരുന്നു. ഇതിപ്പോ ആരാ പറഞ്ഞത്? മൗലാന പേരോട് ഉസ്താദ് പറഞ്ഞു. ഇനി കുരുവട്ടൂരികൾ ഇതിനെ ഗണ്ണിക്കാൻ വരും. ഞാനിങ്ങനെ പറയുന്നത് എന്താന്ന് വെച്ചാല്, സത്യത്തിൽ കുരുവട്ടൂരികളുടെ പണിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക്, പേരോട് ഉസ്താദ് എന്തു പറഞ്ഞോ അതിനെ ഗണ്ണിച്ചിട്ട് അപ്പുറം പറയുക എന്നുള്ളതാണ്. ഇപ്പൊ നബവി ഇമാം കുത്തുബായിരുന്നു എന്നും ആ കാലഘട്ടത്തിലെ വലിയ ഷെയ്ഖായിരുന്നു എന്നുമാണ് പേരോട് ഉസ്താദ് പ്രസംഗിച്ചത്. ഇനി കുരുവട്ടൂരികളുടെ അടുത്ത പ്രസംഗത്തിൽ കേൾക്കാം, നബവി ഇമാം അങ്ങനെ ഒരു ഷെയ്ഖൊന്നുമല്ല, നബവി ഇമാം വെറും ഒരു മൗലിയരായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതായിട്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് കേൾക്കാൻ കഴിയും. കാരണം പേരോട് ഉസ്താദ് കുത്തുബാണെന്ന് പറഞ്ഞില്ലേ, ഇൻഷാ അല്ലാഹ്. അതാണ് പേരോട് ഉസ്താദ് എന്തു പറഞ്ഞോ അതിൻ്റെ അപ്പുറം പറയുക എന്നുള്ളതാണ് കുരുവട്ടൂരികളുടെ ദൗത്യം ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു ധാരാളം കറാമത്തുകൾ പലവിധത്തിലും പ്രകടമായ മഹാനാണ്.
പടച്ചോനെ, നബവി ഇമാമിന്റെ കറാമത്തും ഉണ്ടായിട്ടുണ്ട് എന്നാണ്. എന്നാ ഇനി ഒറ്റ കറാമത്ത് ഉണ്ടാവില്ല ഉസ്താദേ. നൗഷാദ് കോളാമ്പി, വലിയ കോളാമ്പിന് വന്നാൽ കാണാം. അവിടുത്തെ ഏറ്റവും വലിയ കറാമത്താണ് അവിടുത്തെ കിതാബുകൾ. അവിടുത്തെ കിതാബുകൾ നോക്കാത്ത ഒരു മദ്ഹബിലെ പണ്ഡിതന്മാരും ഉണ്ടാവില്ല. അവിടുത്തെ കിതാബുകൾ ദർസ് നടത്താത്ത ഒരു മദ്ഹബിലുള്ള ഇമാമിങ്ങൾ ഉണ്ടാവില്ല. ആ നിലക്ക് ഇൽമിന്റെ വിഷയത്തിൽ വലിയ തൗഫീഖ് ലഭിച്ച ആളാണ് ബഹുമാനപ്പെട്ട ഇമാം നവവി റളിയല്ലാഹു തആല അൻഹു. അപ്പൊ പേരോട് ഉസ്താദ് എന്താ പറഞ്ഞത്? ഇൽമിന്റെ വിഷയത്തിൽ വലിയ തൗഫീഖ് ലഭിച്ച ആളാണ് ഇമാം നവവി റളിയല്ലാഹു അൻഹു എന്നാണ് പറഞ്ഞു വെച്ചത്. ഇനി ആ തൗഫീഖ് ഇല്ല എന്നാണ് സമർത്ഥിക്കേണ്ടത്. അതിന് ഇൻഷാ അല്ലാഹ് 2 ദിവസം കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാം. നൗഷാദ് വരും. ഞങ്ങൾ കുരുവട്ടൂരികൾ ഇറങ്ങും. അടുത്ത് പറയട്ടെ. ആ ഇമാം നവവി റളിയല്ലാഹുവിന്റെ കാലത്ത് മൗലിദുണ്ട്. ആ കാലഘട്ടത്തിൽ മൗലിദുണ്ട്. സുഹൃത്തുക്കളെ, മൗലിദിനോ മൗലിദാഘോഷത്തിനോ എതിരായി ഇമാം നവവി റളിയല്ലാഹു അൻഹു ഒന്നും പറഞ്ഞിട്ടില്ലെന്ന് മാത്രമല്ല, അവിടുത്തെ പ്രഗത്ഭനായ ഉസ്താദ് ഏത് അനാചാരങ്ങൾ ഇസ്ലാമിൽ കടന്നു വന്നാലും അതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരുന്ന ഉസ്താദ് അബൂശാമ റളിയല്ലാഹു അൻഹു അതിനുവേണ്ടി മാത്രം രചിച്ചൊരു കിതാബുണ്ട്. അനാചാരത്തെ എതിർക്കാൻ വേണ്ടി മാത്രം രചിച്ചൊരു കിതാബ്. ആ കിതാബിന്റെ പേരാണ് അൽ ബാഇദു അലാ ഇൻകാരിൽ ബിദ്അ വൽ ഹവാദിസ്. ഹിജ്റ 665 മഹാനവറുകളുടെ വഫാത്ത്. ഇനിയിപ്പോ നൗഷാദ് ഈ കിതാബും തെരഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ടാവും. ഇപ്പൊ നൗഷാദ് ഇത് മർക്കസ് കോംപ്ലക്സിൽ ഉണ്ടെന്നാ തോന്നുന്നത്. ഒന്ന് അന്വേഷിച്ചൊക്കെ ആളെ വിട്ടാലും മതി കേട്ടോ. നൗഷാദിന് ഇനിയിപ്പോൾ ആ കിതാബ് കിട്ടിയിട്ട് വേണം പേരോട് ഉസ്താദിനെ ഗണ്ണിക്കാൻ. കാരണം എന്താ, നബി ഇമാമിന്റെ ഉസ്താദ് അങ്ങനെ പറഞ്ഞിട്ടില്ല, നബി ഇമാമിന്റെ ഉസ്താദ് അങ്ങനെ മൗലൂദ് നടത്തണം എന്ന് പറഞ്ഞിട്ടില്ല എന്നിട്ടേക്ക് ഇറങ്ങി വരാം. ബഹുമാനപ്പെട്ടവർ എഴുതി രേഖപ്പെടുത്തിയതായി കാണാം. ومن أحسن ما ابتدع في زماننا من هذا القبيل ما كان يفعل بمدينة إربل جبرها الله تعالى كل عام في اليوم الموافق ليوم مولد النبي صلى الله عليه وسلم. ഈ കാലഘട്ടത്തിൽ വളരെ വിപുലമായി, വളരെ വിശദമായി, വളരെ വിപുലമായി അതാ നടന്നു വരുന്ന ഏറ്റവും നല്ല ഒരു ആചാരത്തിൽ പെട്ടതാണ് ഇറബൽ എന്ന പട്ടണത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു വലിയ സൽക്കർമ്മം. അതെപ്പോഴാണ് നടക്കുന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജനിച്ച ദിവസത്തോട് യോജിച്ചുകൊണ്ടാണ് നടക്കുന്നത്. എന്താണ് ആ നബിദിനാഘോഷത്തിൽ നടത്തുന്നത്? മിനസ് സദഖാത്തി, ധാരാളം ധർമ്മം ചെയ്യുന്നു. വൽ മഅറൂഫ്, നല്ല കാര്യങ്ങൾ പലതും പ്രവർത്തിക്കുന്നു. വഇദ്ഹാരി സീനതി വസ്സുറൂർ, നബിതങ്ങൾ ജനിച്ച ദിവസം എന്ന നിലക്ക് സന്തോഷം പ്രകടിപ്പിക്കുന്നു. വഇദ്ഹാരി സീനതി, അലങ്കാരം പ്രകടിപ്പിക്കുന്നു. ഫഇന്ന ദാലിക മഅമാ ഫീഹി മിനൽ ഇഹ്സാനി ഇലൽ ഫുഖറാ, സദഖ ചെയ്യുമ്പോൾ സാധുക്കൾക്ക് ധാരാളം നന്മ കിട്ടും എന്നതിന്റെ പുറമെ മുസ്ഇറും ബിമഹബ്ബത്തിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അലങ്കാരം കൊണ്ട് എന്താ കിട്ടുക? നൗഷോ ഇവിടെ ഒന്ന് കട്ട് ചെയ്തോണ്ടിടാ. അലങ്കാരം കൊണ്ട് എന്താ കിട്ടുക എന്ന് ചോദിച്ചില്ലേ, അതൊന്ന് കട്ട് ചെയ്ത് കാണ്ട് ഒന്ന് ഇടണം കൂടി എന്നല്ല. എന്നാൽ പിന്നെ എൻ്റെ മറ്റാ മുന്നിലിരിക്കണ മറ്റേ മൊയ്ന്തകളുണ്ടല്ലോ, ഓർക്ക് വലിയ ദുർബലയായിക്കോളൂ. അപ്പം നമ്മൾ ഇവിടെയൊക്കെ ഇങ്ങനെ ലൈറ്റ് വെച്ച് അലങ്കരിച്ചിട്ടുണ്ട്. അതുപോലെ ഇപ്പോൾ നമ്മളിങ്ങനെ പോകുമ്പോൾ പല പള്ളികളും രാത്രിയാകുമ്പോൾ നല്ല ഈ മിന്നുന്ന ലൈറ്റ് പല പള്ളികളുടെയും മേലെ സ്ഥാപിച്ചതായി കാണാം. പല സ്ഥാപനങ്ങളുടെയും മേലെ, മദ്രസയുടെയും മറ്റും മേലെ അങ്ങനെ സ്ഥാപിച്ചതായി നമുക്ക് കാണാം. അങ്ങനെ ഡെക്കറേഷൻ ബൾബുകൾ വെച്ച് ഇങ്ങനെ ഒരു അലങ്കാരം വെച്ചതായി നമ്മൾ കാണുന്നു. ഇങ്ങനെയുള്ള അലങ്കാരം പ്രകടിപ്പിക്കുന്നതനുസരിച്ച് മഹാനവറുകൾ പറയാണ്, ആര്? ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ ഉസ്താദായ അബൂശാമ റളിയല്ലാഹു അൻഹു പറയാണ്, വഇദ്ഹാരി സീനതി വസ്സുറൂർ, സന്തോഷം പ്രകടിപ്പിക്കുന്നു, അലങ്കാരം പ്രകടിപ്പിക്കുന്നു. ഫഇന്ന ദാലിക മഅമാ ഫീഹി മിനൽ ഇഹ്സാനി ഇലൽ ഫുഖറാ, അങ്ങനെ ഈ നബിദിനാഘോഷ പരിപാടികൾ നടക്കുമ്പോൾ പാവപ്പെട്ടവർക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നു. അവരിൽ പലർക്കും വസ്ത്രം വിതരണം ചെയ്യുന്നവരുണ്ട്, സാന്ത്വന പ്രവർത്തനം നടത്തുന്നവരുണ്ട്, ഭക്ഷണം വിതരണം ചെയ്യുന്നവരുണ്ട്, സമ്മാനം നൽകുന്നവരുണ്ട്. കേട്ടില്ലങ്ങൾ? ഇപ്പൊ മൗലൂദ് ഓതുന്നതിന് തെളിവാണ് മൗലാന പേരോട് ഉസ്താദ് തെളിവ് സഹിതം ഇവിടെ പറഞ്ഞത്. നബവി ഇമാമിന്റെ ഉസ്താദായ ഉസ്താദിന്റെ കിതാബ് എടുത്തുദ്ധരിച്ചുകൊണ്ട് മഹാനായ പേരോട് ഉസ്താദ് ഇവിടെ വ്യക്തമായിട്ട് പറഞ്ഞു, മൗലൂദ് ഓതണം. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജന്മദിനത്തിൽ അന്ന് ഭക്ഷണം വിതരണം ചെയ്യണം, നല്ല തോരണം തൂക്കണം, ലൈറ്റ് കൊടുക്കണം, അതുപോലെ തന്നെ സ്വതക്ക ചെയ്യണം, ഭക്ഷണങ്ങൾ സ്വതക്ക ചെയ്യണം, വസ്ത്രങ്ങൾ സ്വതക്ക ചെയ്യണം, അതുപോലെ നല്ല നല്ല കാര്യങ്ങൾ കൂടുതൽ ചെയ്യണം. ചെയ്തിട്ട് ജനങ്ങളിലേക്ക് അന്നത്തെ ആ ദിവസം അത് വല്ലാതെ ഒരു നല്ലൊരു ദിവസമാക്കി കളയണമെന്നാണ് മൗലാന പേരോട് ഉസ്താദ് പറഞ്ഞത്. ഇതിപ്പോ നബവി ഇമാമിന്റെ ഉസ്താദിന്റെ കിതാബിൽ നിന്നാണ് ആര് വായിച്ചിട്ടുള്ളത്? മഹാനായ മൗലാന പേരോട് ഉസ്താദ് വായിച്ചിട്ടുള്ളത്. ഇപ്പൊ മൗലൂദ് ഓതണം എന്ന് പറഞ്ഞു,
അതുപോലെ തന്നെ നല്ല വസ്ത്രങ്ങൾ ധരിക്കണമെന്ന് പറഞ്ഞു, അത്തറ് പൂശേണ്ട കാര്യം പറഞ്ഞു, അയൽവാസികൾക്ക് കുടുംബങ്ങൾക്ക് ഭക്ഷണം കൊടുക്കേണ്ട കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ നല്ല ഊതും പിന്നെ അതൊക്കെ പുകയിക്കേണ്ട കാര്യം പറഞ്ഞു. ഇതിന് ശേഷം പറയുന്നുണ്ടത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മൗലാന പേരോട് ഉസ്താദ് പറഞ്ഞു. ഇത് ഇനി നൗഷാദിന് സഹിക്കൂല, ഇത് നൗഷാദിന് സഹിക്കൂല. നൗഷാദിന് പേരോട് ഉസ്താദ് എന്തു പറഞ്ഞോ ആ പറഞ്ഞതിൻ്റെ ലിദ് പറയുക, എതിര് പറയുക. പേരോട് ഉസ്താദ് പറഞ്ഞത് മൗലൂദ് ഓതണം എന്നാണോ, നഞ്ഞ് മൗലൂദ് ഓതണ്ട. നൗഷാദിന്റെ അടുത്ത പ്രസംഗത്തിൽ എവിടെയാണതുള്ളത്, എവിടെയാണതുള്ളത്, ഏത് കിതാബിലാ പറഞ്ഞത്, നബി ഇമാമിന്റെ ഏത് കിതാബിൽ പറഞ്ഞു, നബി ഇമാമിന്റെ ഉസ്താദ് എവിടെ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നൗഷാദ് ഇൻഷാ അല്ലാഹ് വരുന്നത് നമുക്ക് കാണാം. കാരണം ഏതാണ്ട് അങ്ങനത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പമ്പൈസ് മൗലവിയുടെ പ്രസംഗം ഇന്നലെ വേറൊരു ചെറിയൊരു ക്ലിപ്പ് കേട്ട് നോക്കുമ്പോൾ ഏതാണ്ട് അതിൻ്റെയും അപ്പുറത്ത് എത്തിയിട്ടുണ്ട്. കുഫിരിയൻ ചിന്താഗതിയിലേക്ക് എത്തിയിട്ടുണ്ട്. പഴയ കാലഘട്ടങ്ങളിലുള്ള വഹാബികൾ പിന്നെ മേമാക്ക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒരു പിന്നെ മക്കയിലുള്ളൊരു മേമാക്ക എന്നൊക്കെ പണ്ടത്തെ ആളുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പണ്ടത്തെ മൗലവിമാർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴത്തെ മൗലവിമാർ അതൊന്നും ഉപയോഗിക്കലില്ല. അങ്ങനത്തെ വാക്ക് വരെ പമ്പേഴ്സ് ഇപ്പോൾ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് വൈകാതെ, വല്ലാതെ വൈകാതെ ഇത് പറയും. പേരോട് ഉസ്താദിനെ ഈ വിഷയത്തിൽ ഗണ്ണിക്കും. മൗലൂദ് എവിടെ പറഞ്ഞു, മൗലൂദ് അങ്ങനെ കഴിക്കണമെന്നില്ല എന്ന് വരെ നബി ഇമാമിൻ്റെയോ നബി ഇമാമിൻ്റെ ഉസ്താദിൻ്റെയോ കിതാബിലില്ല. മറിച്ച് വേറെ ഏതെങ്കിലും കിതാബ് വായിച്ചുകൊണ്ട് ഇൻഷാ അല്ലാഹ് നൗഷാദ് രംഗപ്രവേശനം ചെയ്യുന്നത് നമുക്ക് ഈ അടുത്ത് കാണാൻ സാധിക്കും. ഞാനിത് വെറുതെ പറയല്ല. കാരണം നൗഷാദിൻ്റെ ലക്ഷ്യം ദീനല്ല, നൗഷാദിൻ്റെ ലക്ഷ്യം സുന്നത്ത് ജമാഅത്തല്ല. നൗഷാദിൻ്റെ ലക്ഷ്യം മൗലാന പേരോട് ഉസ്താദിനെ എതിർക്കുക. എന്തിനാ പേരോട് ഉസ്താദിനെ എതിർക്കുന്നത്? ആ സംഘടനയിൽ നിന്ന് നല്ല രൂപത്തിൽ പ്രസംഗിച്ചു കൊണ്ടുപോയപ്പോൾ, ആ പ്രസംഗത്തിൽ അതിര് കടന്നപ്പോൾ, പറ്റൂല നൗഷാദ് എന്ന് പറഞ്ഞപ്പോൾ, നൗഷാദിനെ ഒതുങ്ങി നിൽക്കാൻ കഴിയാത്തതിൻ്റെ പേരിൽ എടുത്തെറിഞ്ഞപ്പോൾ ആ ദേഷ്യം ഇപ്പോഴും തീർത്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് മൗലാന പേരോട് ഉസ്താദിനെയും പൊന്മള ഉസ്താദിനെയും ഹക്കീം അസ്സേരിയാണ് മറ്റേ മൊയ്‌ദിനെ കൊടുന്നത്, അവൻ്റെ ഷെയ്ഖിനെ കൊടുന്നത്. അന്ന് നല്ലതാണെന്ന് വെച്ചിട്ട് കൊടുന്നതാണ് ഹക്കീം അസ്സേരി. അതുകൊണ്ടാണ് ഹക്കീം അസ്സേരിനെയും പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് അടുത്ത് കാണാം.